നാദർഷക്ക മണിച്ചേട്ടനെ ആദ്യമായി കണ്ടത് എവിടെയാണ്, എങ്ങനെയാണ്? ഞാൻ കലാഭവൻ മണിയെ കാണുന്നത് കലാഭവൻ്റെ സ്റ്റേജുകളിൽ മണി പ്രോഗ്രാം ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. അന്ന് ഞങ്ങൾ രണ്ടുമൂന്ന് കൊച്ചിൻ ഹരിശ്രീ, കലാഭവൻ, ഓസ്കാർ അങ്ങനെ മത്സരബുദ്ധിയോടുകൂടി പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കലാഭവൻ്റെ മെയിൻ സ്റ്റേജിലല്ലാതെ ഗാനങ്ങളുടെ ഇടയ്ക്ക് മണി എനിക്ക് പോകുന്നുണ്ട്. ഒന്നോ രണ്ടോ സ്റ്റേജുകളിൽ മണിയുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. പിന്നെ കൂടുതൽ പരിചയപ്പെടുന്നത് കലാഭവൻ മണിയെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ചേട്ടൻ ഇന്റർവ്യൂ ചെയ്തെടുത്തോ? ഞാൻ ഒരു ഗൾഫ് ഷോയ്ക്ക് വേണ്ടി, ഞാൻ കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂ ചെയ്ത കാര്യം. അതെ, ഒരു ഗൾഫ് ഷോയിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി 2 മിമിക്രിക്കാർ വരും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോയ്ക്ക് പോകാൻ വേണ്ടി ഒന്ന് ടിനി ടോമാണ്, പിന്നെ സെഞ്ചുറി മമ്മിക്കാണ് ഈ കാര്യം പറഞ്ഞത് എൻ്റെ അടുത്ത്. ഒരു കലാഭവനിലുള്ളൊരു മണി, ഒരു ബെൻ ജോൺസണൊക്കെ ഓടണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഞാൻ പറയാം എനിക്കറിയാം പുള്ളിയും വരും. അപ്പോൾ നിങ്ങൾ 2 പേരും നോക്കിയിട്ട് ആരെങ്കിലും ഒരാൾ, അല്ല 2 പേരെ പറ്റണം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരാൾ കൂടി നിൽപ്പുണ്ട്, ദിലീപ് ബാക്കിൽ. ദിലീപും ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്കിതിനകത്ത് ടിനി ടോമിനെ ഓൾറെഡി ഇന്നാണ്, പിന്നെ കലാഭവമണിയെ നോക്കിയിട്ട് കലാഭവമണിയെ പറ്റിയില്ലെങ്കിൽ ദിലീപിനെ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കലാഭവമണി ഞാൻ ആ ഷോയ്ക്ക് മണിയെയും ടിനി ടോമിനെ ഒരുമിച്ച് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പലപ്പോഴും ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ കലാഭവമണിയോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗിൽ ഞാൻ വീണുപോയി. ശരിക്കും നമ്മളെ വീഴ്ത്തിയത് ആ അന്ന് തൊട്ടുള്ളൊരു ബന്ധം. അന്ന് സിദ്ദിഖ, നമ്മുടെ നടൻ സിദ്ദിഖ ലീഡ് ചെയ്യുന്നൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് പോയത്. അങ്ങനെ 1 മാസക്കാലം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ആദ്യം വേറെ മുറികളിൽ കിടന്നു. പിന്നീട് കലാഭവമണി ഞാൻ നോക്കിയപ്പോൾ ഓർക്കസ്ട്രക്കാർ ടീം കിടക്കുന്ന റൂമിൽ ഒരു സൈഡിൽ ഷീറ്റ് വിരിച്ച് കിടക്കുന്ന കണ്ടിട്ട് ഞാൻ കിടക്കുന്ന മുറിയിലേക്ക് മണിയെ വിളിച്ചുകൊണ്ടെന്ന് എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിൽ കിടന്ന് തുടങ്ങി. പിന്നീട് പലപ്പോഴും ഒരുപാട് തുടങ്ങി. അല്ല, ഇതിനിടയിൽ എന്തൊരു ഡയലോഗ് പറഞ്ഞത് എന്തായിരുന്നു? അത് വേറെ ഒന്നുമല്ല, അത് കലാഭവമണിയെ ഇപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പം മണി കാണിക്കുന്ന എല്ലാ അഭ്യാസം കാണിക്കാം. എൻ്റെ അടുത്ത് പറഞ്ഞ കുരങ്ങടക്കും അത് കാണിക്കാം, പിന്നെ ഞാൻ അത് കാണിക്കുന്നത്. അപ്പം മനസ്സുകൊണ്ട് മണി ആ ബാക്കിലൊരാൾ നിൽക്കണ്ടല്ലോ, ദിലീപിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇവനെ കളഞ്ഞാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മണി പറഞ്ഞത് ഒരു ആന നടക്കും. ഞാൻ പറഞ്ഞു കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞ ആനയുടെ ബാക്കാണ്, ബ്ലാക്ക് പാൻറ്റാണ് അത്, എന്നാൽ കറക്റ്റ് ആനയുടെ ബാക്ക് ഫിഗർ ഐറ്റം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നിട്ട് കറുത്ത പാൻറ് ഇട്ടുകൊണ്ട് വരാറുന്നില്ലെന്ന് ചോദിച്ചു. അത് പറഞ്ഞ് ഒരു പാൻറ്റുള്ളൂ, അത് കഴുകിയിട്ട് എനിക്ക് നാളെ പ്രോഗ്രാമിന് കൊള്ളാണ്, അത് അല്ലെങ്കിൽ ഞാൻ വന്നേനെന്ന് പറഞ്ഞു. ചങ്ക് തകർന്നു പോകാന്ന് പറയില്ല നമ്മൾ. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഈ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തില്ലെങ്കിൽ പോലും കലാഭവമണി ഈ ഷോയിൽ വേണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു.